വിമാനയാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. സുരക്ഷാ സാഹചര്യങ്ങളും പ്രതികൂല കാലാവസ്ഥയും കാരണം വിമാന സർവീസുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ. ദുബായ് ആസ്ഥാനമായുള്ള വിമാന കമ്പനികൾക്കും വിദേശ കമ്പനികൾക്കും ലൈസൻസുള്ള ട്രാവൽ ഏജന്റുമാർക്കും പുതിയ നിയമം ഇതോടെ ബാധകമാണ്. വിമാനയാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പുതിയ ഉപഭോക്തൃ സംരക്ഷണ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ യാത്രക്കാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന നിർദ്ദേശത്തിൽ പറയുന്നു. ടിക്കറ്റിന്റെ ആകെത്തുക, നികുതികൾ, അധിക നിരക്കുകൾ, റദ്ദാക്കൽ, റീഫണ്ട് നയങ്ങൾ, ലഗേജ് പരിധി, സർവീസ് നടത്തുന്ന വിമാന കമ്പനിയുടെ വിവരങ്ങൾ എന്നിവ മുൻകൂട്ടി അറിയിക്കണം. വിമാന സർവീസ് വൈകിയോ റദ്ദാക്കുകയോ ചെയ്താൽ അതിന്റെ കാരണം, പ്രതീക്ഷിക്കുന്ന സമയം എന്നിവ യാത്രക്കാരെ അറിയിക്കണം. 3 മുതൽ 8 മണിക്കൂർ വരെ വൈകുന്ന സാഹചര്യങ്ങളിൽ ഭക്ഷണവും പാനീയങ്ങളും നൽകണം. രാത്രി സമയത്ത് യാത്ര നീണ്ടാൽ താമസ സൗകര്യവും വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കേണ്ടത് വിമാന കമ്പനികളുടെ ഉത്തരവാദിത്തമാണ്. ഭിന്നശേഷിക്കാർ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുട്ടികൾ, മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് പ്രത്യേക പരിഗണനയും ആവശ്യമായ സഹായങ്ങളും നൽകണമെന്ന് നിർദ്ദേശത്തിലുണ്ട്. വിമാനം റദ്ദാക്കിയാൽ യാത്രക്കാർക്ക് അടുത്ത സർവീസിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായാൽ മറ്റു വിമാനങ്ങളിലേക്ക് മാറ്റം, ടിക്കറ്റ് തുക പൂർണ്ണമായി തിരികെ നൽകൽ അല്ലെങ്കിൽ തുല്യമായ വൗച്ചർ തുടങ്ങിയവ യാത്രക്കാരന്റെ അവകാശമാണ്. വിമാന കമ്പനികൾ ബദൽ യാത്രാ സൗകര്യം ഒരുക്കാത്ത സാഹചര്യത്തിൽ മാത്രമേ യാത്രക്കാർക്ക് സ്വന്തം നിലയിൽ ടിക്കറ്റ് എടുക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ ബില്ലുകളും രേഖകളും സൂക്ഷിച്ചാൽ ചെലവായ തുക പിന്നീട് ആവശ്യപ്പെടാൻ സാധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. യാത്രക്കാരുടെ അവകാശങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിമാനയാത്രാ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുമാണ് പുതിയ മാർഗനിർദ്ദേശങ്ങളെന്ന് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. ജനം, ദുബായ്.